കണ്ണൂരിൽ നിന്നും CK വിജയൻ ചേരുന്നുണ്ട്. CK വിജയൻ, ഗുഡ് മോർണിംഗ്. രാവിലെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയണം എന്നൊക്കെയാണ് മനസ്സിലാഗ്രഹം. പക്ഷേ ഈ മഴ ദുരിതം വിതയ്ക്കുന്ന സമയത്ത് ആർക്കും അത്ര ശുഭകരമല്ലാത്ത രാവിലെ ആയതുകൊണ്ടാണ് ആശംസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. CK വിജയൻ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ടോ അവിടെ? മൂർത്തി പറഞ്ഞത് ശരിയാണ്. നമ്മൾ അങ്ങനെ ഒരു മനസ്സ് തുറന്ന് ഒരു ഗുഡ് മോർണിംഗ് പറയുക, ഒരു സന്തോഷത്തിലേക്ക് കടക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. കാരണം ഇന്നലെ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളായിട്ട് കുറവായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി മഴ പെയ്തിട്ടുണ്ട്. ആ മഴ കനത്ത് പെയ്യുന്നതിൻ്റെ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. ഏതായാലും എല്ലാ സംവിധാനങ്ങളും റവന്യൂ വകുപ്പും നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇടവിട്ടാണെങ്കിലും അതിശക്തമായ മഴ ഈ മേഖലകളിലെല്ലാം പെയ്യുന്നുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലെ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് നന്നായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ അപകടകരമായ ഒരു നിലയിലേക്കാണോ എന്ന് ചോദിച്ചാൽ അതല്ല, ഒരു മാനേജബിളായ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. ഏതാണ്ട് 655 പേർ, കൃത്യമായ കണക്ക് ഇന്നലെ രാത്രി വരുന്ന കണക്ക് 655 പേര് ഏതാണ്ട് 14 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്ന് പറയാം, ആ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്, സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 54 വീടുകൾ തകർന്നിട്ടുണ്ട്. അത് 2 വീടുകൾ പൂർണ്ണമായും തകർന്നതാണ്. ആ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പലയിടത്തും പല രീതിയിലും ഉണ്ടാകുന്നുണ്ട്. സാമാന്യ ജനജീവിതത്തെ നല്ല രീതിയിൽ ഈ മഴ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒട്ടും കഴിയാത്ത സാഹചര്യം മലയോര മേഖലകളിൽ ഒക്കെയുണ്ട്. ഈ ശക്തമായി പെയ്യുന്ന മഴയിൽ മണ്ണിടിച്ചിൽ പോലുള്ള സാധ്യതകൾ ഈ പറയുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ പശ്ചിമഘട്ടത്തിൻ്റെ തീരങ്ങളിലെല്ലാം തന്നെ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അതെല്ലാം തന്നെ ഒരു ജാഗ്രതയോടുകൂടി ജനം നിരീക്ഷിക്കുന്നുമുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഈ കാലവർഷത്തിൽ ഇത്രയധികം മഴ കിട്ടിയ സമയമുണ്ടായിട്ടില്ല. നമുക്കറിയാം, അയ്യൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് 3.5 സെൻറ്റിമീറ്ററോളം മഴ കിട്ടിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അത്ര ശക്തമായ മഴ ഈ പ്രദേശത്തെല്ലാം തന്നെ പെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ എല്ലാ വിദ്യാലയ സ്ഥാപനം, മദ്രസ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അത് ഒരു സുരക്ഷാ മാർഗമായി ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും രാവിലെ മുതൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ ഈ തലശ്ശേരി ഭാഗങ്ങളിലാണ് ഏറ്റവും മഴ കുറവ് നഗരത്തിൻ്റെ. ബാക്കി ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ മഴ പെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം തന്നെ, ആൾക്കൂട്ടം ഉണ്ടാകുന്ന പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള ഇതെല്ലാം.